സംഗീത ലോകത്തിന്റെ ഗാനഗന്ധർവൻ. അരനൂറ്റാണ്ടായി മലയാളികളുടെ മാത്രമല്ല ഇന്ത്യയിലെയും ലോകത്തിലെയും സംഗീത പ്രേമികളുടെ കാതിൽ, മനസ്സിൽ, ജീവിതത്തിൽ തന്നെ ഇടം പിടിച്ച മഹത് വ്യക്തി. മധുരഗീതം റേഡിയോ പരിപാടിയിൽ 6 വർഷം മുമ്പ് ഈ സ്വരമാധുരിയാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിലും ആ ഭാഗ്യം വീണ്ടും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. മധുരഗീതം അഭിമാനപൂർവ്വം ശ്രോതാക്കളുടെ മുന്നിലെത്തിക്കുന്നു സംഗീത ലോകത്തിന്റെ മാണിക്യം, സംഗീത ലോകത്തിന്റെ ഗന്ധർവൻ, സംഗീത ലോകത്തിൽ പൂർവാധികം പ്രഭയോടെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം, പത്മഭൂഷൺ ഡോക്ടർ KJ യേശുദാസ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സർ, മധുരഗീതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. മധുരഗീതം എന്നുള്ളത് കേൾക്കുമ്പോ തന്നെ ഗീതം മധുരമായിരിക്കണം, അല്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1961 നവംബർ മാസത്തിലാണ് സാറിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ അരനൂറ്റാണ്ട് കാലത്തെ സംഗീത ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? എനിക്കെന്താണ്, ഇനിയും എത്രയോ സംഗീതത്തിൽ എന്തെല്ലാം ഞാൻ അറിയാനിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് 50 വർഷം കൊണ്ടൊന്നും ആയില്ല എന്നുള്ളതാണ് എന്റെ സംഗീത അറിവിനെ പറ്റി പറയുമ്പോൾ. സംഗീത ലോകത്ത് 50 വർഷങ്ങൾ, 17 ഭാഷകളിലായി 40,000-ലേറെ ഗാനങ്ങൾ, 7 ദേശീയ അവാർഡുകൾ, 17 സംസ്ഥാന അവാർഡുകൾ, ഭാരത സർക്കാരിന്റെ പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങളും, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും. സംഗീത ജീവിതം കൈവെള്ളയിൽ എത്തിച്ചു തന്ന ഈ നേട്ടങ്ങളെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? സംഗീതം മാത്രമാണ് എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ തന്നിട്ടുള്ളത്. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇതിന് നന്ദി പറയേണ്ടത് ജഗദീശ്വരനോടാണ്. ജഗദീശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു തരത്തിൽ, ഞാൻ ഈ 14, അതായത് നവംബർ 14-ാം തീയതി 1961 പാടിയ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് ആ ഒരു ഭാഗ്യമുള്ള, ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ആഴമേറിയ ആ വാക്കുകളാണ് ആദ്യമായിട്ട് പാടി ഞാൻ പുറത്തേക്ക് വരാൻ തന്നെ കാരണം. പക്ഷെ മറ്റൊരു പാട്ടാണ് പാടാനിരുന്നെങ്കിലും ഇത് പാടണം എന്നുള്ളതാണ് ദൈവകൽപ്പന. അതാണ് ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ വാക്കുകൾ വാസ്തവത്തിൽ നോട്ട് ഓൺലി ഫോർ നമ്മള് കേരളത്തിലുള്ള മലയാളികൾക്ക് മാത്രമല്ല, മലയാളിക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള വലിയൊരു ഉപനിഷത്തുകളുടെയൊക്കെ കണ്ടന്റ്, ഏറ്റവും ആവശ്യമുള്ള ഒരു കണ്ടന്റാണ് ശ്രീനാരായണ ഗുരുസ്വാമി എഴുതിയിട്ടുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു ജാതിയിൽ ചൊല്ലി അല്ലെങ്കിൽ മറ്റുള്ള വേർതിരിവുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു ജാതിയും ഉണ്ടാക്കിയതുമല്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴണമെന്ന് ക്രൈസ്റ്റ് അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അയൽപ്പക്കത്തുകാരൻ സ്നേഹിക്കൂ എന്ന് പറയുമ്പോൾ അയൽപ്പക്കത്തുകാരൻ ക്രിസ്ത്യാനിയാണോ, അത് ഹിന്ദുവാണോ, അത് മുസ്ലിമാണോ, അല്ലെങ്കിൽ ജൂതനാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അയൽപ്പക്കത്തുകാരൻ ആരായാലും അവനെ സ്നേഹിക്കാമെന്നാണ് ക്രൈസ്റ്റും പഠിപ്പിച്ചത്. അങ്ങനെയുള്ള മഹത്തുക്കളെല്ലാം നല്ലത് മാത്രമേ ഉള്ളൂ. മുഹമ്മദിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ, നീ ജനിച്ചാൽ മരിച്ച് ഖബറിൽ അടക്കുന്നത് വരെ വിദ്യ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം. സ്കൂളിൽ പോയി പഠിക്കണം എന്നുള്ള അർത്ഥമല്ല, അറിവിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞ മഹാത്തുക്കള് എല്ലാവരും സ്നേഹിക്കണം. യഹൂദന്റെ ശവം പോയപ്പോൾ അദ്ദേഹം എണീറ്റ് നിന്ന് ബഹുമാനിച്ചു. എന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, അതൊരു യഹൂദന്റെ ശവമല്ലേ, അല്ല മനുഷ്യനല്ലേ എന്ന് ചോദിച്ച മഹാത്തുക്കളാണ് അവരൊക്കെ. അപ്പൊ ഈ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളായിട്ടാണ് ഇപ്പൊ ഈ വേർതിരിവുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതില്ലാതിരുന്നാൽ ഏറ്റവും ലോകത്ത് സമാധാനം ഉണ്ടാവും. അതാണ് നമുക്ക് ആവശ്യം. മനസ്സിലായി. ഈ അടുത്തൊരു ലേഖനത്തിൽ ഞാൻ വായിച്ചതാണ്, 2000 വർഷങ്ങൾ കഴിഞ്ഞാലും അന്നത്തെ മലയാളികൾ സാറിന്റെ പാട്ടുകൾ പാടി നടക്കും, ആ ഗാനങ്ങളെക്കുറിച്ച് അവർ ഗവേഷണം നടത്തും എന്നൊക്കെ. സത്യത്തിൽ അത് വായിച്ചപ്പോൾ സാറിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഒരു മലയാളി എന്ന നിലയിൽ നല്ല അഭിമാനം തോന്നി. കാലാതിവർത്തിയായ ഈ ശബ്ദമാധുര്യത്തിന്റെ രഹസ്യം എന്താണ് സാർ? അതിന്റെ രഹസ്യമൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ നമുക്ക് അതായത് ജഗദീശ്വരൻ നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ തരും. അത് കിട്ടുന്നത് തന്നെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യം എന്ന് പറയും. നമ്മളിപ്പോ ഏതൊരു നല്ലൊരു കുട്ടിയും അവന്റെ നല്ല പ്രവൃത്തി കാണുമ്പോൾ
ആ അച്ഛനും അമ്മയും എന്ത് ഭാഗ്യം ചെയ്തവരാണ്. അവരുടെ ആ പ്രാർത്ഥനയെ അവരുടെ ഇത് കൊണ്ടാണെന്നുള്ളതാണ് അതിന്റെ ആഗ്രഹം. അപ്പൊ എന്റെ ഫാദറിന്റെ അച്ഛന് വളരെ ഈ പറഞ്ഞതുപോലെ വളരെ പഠിക്കണമെന്നും സംഗീതത്തിൽ എന്തെങ്കിലും നല്ലതാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ അനുവദിക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഇതിന് പറ്റിയതാക്കി എങ്ങനെയെങ്കിലും പാട്ട് പഠിപ്പിക്കണം, അതായത് സംഗീതം പഠിക്കണം. അതിനുവേണ്ടി നീ മറ്റുള്ള വിദ്യാഭ്യാസ തുറകളെല്ലാം മറന്നുപോയാലും അതിനോട് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഒരച്ഛനും ഈ കാലത്ത് പറയില്ല. അത്രയ്ക്ക് എന്നെ അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിലെ വലിയൊരു പ്രശസ്ത സംഗീതത്തിനും നടനുമായിരുന്ന ശ്രീ അഗസ്റ്റിൻ ജോസഫ്. അദ്ദേഹത്തിനെ സ്മരിക്കാതിരിക്കാൻ വയ്യ. ഈശ്വരനെ സ്മരിച്ചു, അമ്മയെ സ്മരിച്ചു, എന്റെ ഗുരുക്കന്മാരെല്ലാവരെയും. അത് മാത്രമല്ല, നമ്മൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു കുട്ടി പാടുമ്പോഴും അവനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമോ നമ്മൾ നോക്കണം. അപ്പൊ ഏറ്റവും നല്ലത് ഒരുപാട് പല സ്ഥലത്തും ഉണ്ടാവും. അതെല്ലാം നമ്മൾ പെറുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവിന്റെ സ്വത്ത് നമുക്കുണ്ടാകും. അത് ഏത് തുറയിൽ, സംഗീതത്തിൽ മാത്രമല്ല, ഏതൊരു തുറയിലും നമ്മൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് സമ്പാദിക്കാനൊക്കും. അല്ലാതെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എന്നെക്കാളും വേറെ ആരും ഇല്ല ഇനി, അവിടെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും വർദ്ധിക്കില്ല, ആ ഉള്ളത് വെച്ച് നീ നശിക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മഹാത്മാക്കൾ പറഞ്ഞത്. നമ്മളൊന്നും അല്ല, ഈ കടലാണ് സംഗീതം കടലായതുകൊണ്ട് അതിനകത്ത് എന്തെല്ലാം മുത്തുകളുണ്ട്, ഇതെല്ലാം ഉണ്ടെന്നുള്ള ആർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പക്ഷെ ഉള്ളത് വെച്ചിട്ട് അഹങ്കരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇപ്പോഴും നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പാട്ട് പഠിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. എന്തിനാ? അതിനകത്ത് തീരുന്നില്ല. ഈ നമ്മളിപ്പോ ഇത്രയും വയസ്സായി ഇത്രയും ഇതായാലും അറിവിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് അറിയുന്തോറും നമുക്ക് ഭയമാണ് ഉണ്ടാകുന്നത്, അല്ലാണ്ട് അഹങ്കാരമല്ല.